നമസ്കാരം, എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈ പറയുന്ന വാക്കുകൾ മതി. നമ്മളിനി നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ക്ലാസ്സിൽ പറയുന്ന എല്ലാ വാക്കുകളും നിങ്ങൾ മിനിമം ഒരു 5 തവണയെങ്കിലും കേട്ട് നോക്കാൻ ശ്രമിക്കാം. അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും നിങ്ങൾ പറഞ്ഞു നോക്കാൻ ശ്രമിക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുകയുള്ളൂ. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വാക്കും അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ പ്രസൻറ്റ്, അതായത് വർത്തമാനകാലം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഭൂതകാലം, പാസ്റ്റ്, നടന്നു കഴിഞ്ഞത്, അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ഇതിനെ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ വാക്കാണ് ഗോ. അതായത് ഞാനിപ്പോൾ പറയുകയാണ് ഞാൻ എവിടെയെങ്കിലും പോകുക എന്ന്, അല്ലെങ്കിൽ പോകുന്നു എന്ന്. അതിൽ ഞാൻ എന്താ പറയുക ഇംഗ്ലീഷിൽ? ഗോ എന്ന്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ഗോ ടു കോളേജ് എവറി ഡേ. ഞാൻ എന്നും കോളേജിൽ പോകും. അല്ലെങ്കിൽ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഞാൻ എന്നും സ്കൂളിൽ പോകും. അപ്പോൾ പോകുക, പോകും, അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ഗോ എന്ന്. ഇനിയും അതിൻ്റെ തന്നെ പാസ്റ്റ്, അതായത് ഭൂതകാലം, നമ്മൾ എന്തായിരിക്കും പറയുക? വെൻറ്റ് എന്നാണ് പറയുന്നത്. WENT, വെൻറ്റ് എന്നാണ് പറയുക. ഗോയുടെ പാസ്റ്റ് അല്ലെങ്കിൽ ഭൂതകാലം, ഗോ ഇപ്പോൾ സംഭവിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ്, നടന്നു കഴിഞ്ഞതിനെ എങ്ങനെ പറയും? വെൻറ്റ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഐ വെൻറ്റ് ടു കൊച്ചി യെസ്റ്റർഡേ. അതായത് ഞാൻ ഇന്നലെ കൊച്ചിയിൽ പോയി. യെസ്റ്റർഡേ അത് നടന്നു കഴിഞ്ഞ കാര്യമാണ്. അത് ഞാൻ ഇന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? അതിനെ പാസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. നടന്നു കഴിഞ്ഞ കാര്യത്തിനെ പാസ്റ്റ് എന്നും ഇപ്പോൾ നടക്കുന്നതിനെ നമുക്ക് പ്രസൻ്റ് എന്നും പറയാൻ പറ്റും. അപ്പം ഗോ ആണ് പ്രസൻ്റ് എങ്കിൽ അതിൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതിനെ പറയുന്നതാണ് വെൻറ്റ് എന്ന്. അതിൻ്റെ എക്സാമ്പിളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അതുപോലെ അടുത്തൊരു വാക്കാണ് കം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുക എന്നാണ്. അത് പ്രസൻ്റ് ആണെങ്കിൽ കമ്മിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഭൂതകാലം എന്തായിരിക്കും? കേം, വന്നു. കേം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു എന്നാണ്. അതുപോലെ അടുത്തൊരു വാക്കാണ് ഈറ്റ്. ഈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക എന്നാണ്. അപ്പം അതിനെ നടന്നു കഴിഞ്ഞ സംഭവത്തിന് നമ്മൾ എങ്ങനെ പറയാൻ സാധിക്കും? എയ്റ്റ്, ATE, എയ്റ്റ്, കഴിച്ചു. ഇനി ഡ്രിങ്ക്. ഡ്രിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുക എന്നാണ്. അപ്പം ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും? ഡ്രാങ്ക്, DRANK, ഡ്രാങ്ക്. ഇനി സി എന്ന് വെച്ചാൽ SEE, സി എന്ന് വെച്ചാൽ കാണുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും? സോ, SAW, സോ എന്നാണ് അതിൻ്റെ പാസ്റ്റ്. ഇനി ടേക്ക്, TAKE, ടേക്ക് എന്ന് വെച്ചാൽ എടുക്കുക, എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതിനാണ് അതിൻ്റെ ആ ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. അതിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും? ടുക്ക്, TOOK, ടുക്ക്. ഇനി ഞാൻ മലയാളം പറയുമ്പോൾ നിങ്ങളിതിൻ്റെ ഇംഗ്ലീഷ് മനസ്സിൽ പറഞ്ഞു നോക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് പോകുക, ഗോ, പോയി, വെൻറ്റ്, വരുക, കം, വന്നു, കേം, കഴിക്കുക, ഈറ്റ്, കഴിച്ചു, എയ്റ്റ്, കുടിക്കുക, ഡ്രിങ്ക്, കുടിച്ചു, ഡ്രാങ്ക്, കാണുക, സീ, കണ്ടു, സോ, എടുക്കുക, ടേക്ക്, എടുത്തു, ടുക്ക്. ഇനി നമുക്ക് അതുപോലെ തന്നെ കുറച്ച് വാക്കുകളിലൂടെ നോക്കാം. ആദ്യം തന്നെ ഗീവ്. ഗീവ് എന്ന് വെച്ചാൽ തരിക അല്ലെങ്കിൽ നൽകുക. ഗേവ്, തന്നു അല്ലെങ്കിൽ നൽകി. മേക്ക്, ഉണ്ടാക്കുക, മെയ്ഡ്, ഉണ്ടാക്കി. ഡു, ചെയ്യുക, ഡിഡ്, ചെയ്തു. സേ, പറയുക, സെഡ്, പറഞ്ഞു. ഗെറ്റ്, ലഭിക്കുക, ഗോട്ട്, ലഭിച്ചു. നോ, അറിയുക, ന്യൂ, അറിഞ്ഞു. ഇനി ഞാനിതിന് മലയാളം പറയുമ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ അർത്ഥം വരുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. തരുക അല്ലെങ്കിൽ നൽകുക, ഗീവ്. തന്നു, ഗേവ്. ഉണ്ടാക്കുക, മേക്ക്, ഉണ്ടാക്കി, മെയ്ഡ്. ചെയ്യുക, ഡു.
ചെയ്തു, ഡിഡ്. പറയുക, സേ, പറഞ്ഞു, സെഡ്. ലഭിക്കുക, ഗെറ്റ് അല്ലെങ്കിൽ കിട്ടുക, ഗെറ്റ്, കിട്ടി, ഗോട്ട്. അറിയുക, നോ, അറിഞ്ഞു, ന്യൂ. ഇനി തിങ്ക്. തിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ തോട്ട് എന്താണ്? THOUGHT. തോട്ട് മീൻസ് ചിന്തിച്ചു. ടെൽ പറയുക, ടോൾഡ് പറഞ്ഞു. ബിക്കം ആകുക, ബിക്കെയിം ആയി. ഷോ കാണിക്കുക, ഷോ കാണിച്ചു. ലീവ് വിട്ടുപോകുക, ലെഫ്റ്റ് വിട്ടുപോയി. ഫീൽ അനുഭവപ്പെടുക, ഫെൽറ്റ് അനുഭവിച്ചു. ഇനി അതിൻ്റെ മലയാളം ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് നിങ്ങൾ പറഞ്ഞു നോക്കാം. ചിന്തിക്കുക, തിങ്ക് ചിന്തിച്ചു. തോട്ട് പറയുക, ടെൽ പറഞ്ഞു. ടോൾ ആകുക, ബിക്കം ആയി, ബിക്കെയിം. കാണിക്കുക, ഷോ കാണിച്ചു, ഷോ. വിട്ടുപോകുക, ലീവ് വിട്ടുപോയി, ലെഫ്റ്റ്. അനുഭവപ്പെടുക, ഫീൽ അനുഭവപ്പെട്ടു, ഫെൽറ്റ്. പുട്ട് വെക്കുക. ഇനി ഇതിൻ്റെ ഭൂതകാലവും പുട്ട് എന്ന് തന്നെയായിരിക്കും പറയുന്നത്. അതായത് വെക്കുക, വെച്ചു എന്ന് പറഞ്ഞാൽ പുട്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അടുത്തത് ബ്രിങ് കൊണ്ടുവരിക, ബ്രോട്ട് കൊണ്ടുവന്നു. ബിഗിൻ തുടങ്ങുക, ബിഗാൻ തുടങ്ങി. കീപ് സൂക്ഷിക്കുക, കെപ്റ്റ് സൂക്ഷിച്ചു. ഹോൾഡ് പിടിക്കുക, ഹെൽഡ് പിടിച്ചു. ഇപ്പം നമ്മൾ എന്തെങ്കിലും മുറുകെ പിടിച്ചു അല്ലെങ്കിൽ ഫോൺ പിടിച്ചു എന്നൊക്കെ പറയത്തില്ലേ, അപ്പം ഹോൾഡ് പിടിക്കുക. റൈറ്റ് എഴുതുക, റോട്ട് എഴുതി കഴിഞ്ഞു. ഇനി ഞാനിതിൻ്റെ മലയാളം പറയാം, നിങ്ങൾ ഇംഗ്ലീഷ് പറയുക. വെക്കുക അല്ലെങ്കിൽ ഇടുക, പുട്ട്. അതിൻ്റെ ഭൂതകാലം അല്ലെങ്കിൽ പാസ്റ്റ് പുട്ട് തന്നെയായിരിക്കും. കൊണ്ടുവരിക, ബ്രിങ് കൊണ്ടുവന്നു, ബ്രോട്ട്. തുടങ്ങുക, ബിഗിൻ തുടങ്ങി, ബിഗാൻ. സൂക്ഷിക്കുക, കീപ് സൂക്ഷിച്ചു, കെപ്റ്റ്. പിടിക്കുക, ഹോൾഡ് പിടിച്ചു, ഹെൽഡ്. എഴുതുക, റൈറ്റ് എഴുതി, റോട്ട്. സ്റ്റാൻഡ് നിർത്തുക അല്ലെങ്കിൽ നിൽക്കുക, സ്റ്റുഡ് നിന്നു. ഹിയർ കേൾക്കുക, ഹേർഡ് കേട്ടു. ലെറ്റ് അനുവദിക്കുക, ലെറ്റ് അനുവദിച്ചു. മീൻ അർത്ഥം, മെന്റ് അർത്ഥമാക്കിയത്. സെറ്റ് ക്രമീകരിക്കുക അല്ലെങ്കിൽ എല്ലാം ശരിയാക്കി വെക്കുക. സെറ്റ് അതിൻ്റെ ഇംഗ്ലീഷും സെയിം തന്നെയാണ്. നമ്മൾ പാസ്റ്റ് പറയുമ്പം സെറ്റ് ശരിയാക്കി വെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മീറ്റ് കൂടിക്കാഴ്ച നടത്തുക, മെറ്റ് കൂടിക്കാഴ്ച നടത്തി. ഇനി ഞാൻ ഇതിൻ്റെ മലയാളം പറയാം, നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കാം. നിർത്തുക അല്ലെങ്കിൽ നിൽക്കുക, സ്റ്റാൻഡ്. നിന്നു, സ്റ്റുഡ്. കേൾക്കുക, ഹിയർ. കേട്ടു, ഹേർഡ്. അനുവദിക്കുക, ലെറ്റ് അനുവദിച്ചു, ലെറ്റ്. അർത്ഥം, മീൻ അർത്ഥമാക്കിയത്, മെന്റ്. ക്രമീകരിക്കുക, സെറ്റ് ക്രമീകരിച്ചു, സെറ്റ്. കൂടിക്കാഴ്ച നടത്തി, കൂടിക്കാഴ്ച നടത്തുക, മീറ്റ് കൂടിക്കാഴ്ച നടത്തി, മെറ്റ്. റൺ ഓടുക, റാൻ ഓടി. പേ പണം നൽകുക, പെയ്ഡ് പണം നൽകി. സിറ്റ് ഇരിക്കുക, സാറ്റ് ഇരുന്നു. സ്പീക്ക് സംസാരിക്കുക, സ്പോക്ക് സംസാരിച്ചു. ലൈ കള്ളം പറയുക, ലൈഡ് കള്ളം പറഞ്ഞു. ലീഡ് നയിക്കുക, ലെഡ് നയിച്ചു. ഇനി ഞാനിതിൻ്റെ മലയാളം പറയാം, നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കാം. ഓടുക, റൺ ഓടി, റാൻ. പണം നൽകുക, പേ പണം നൽകി, പെയ്ഡ്. ഇരിക്കുക, സിറ്റ് ഇരുന്നു, സാറ്റ്.
സംസാരിക്കുക. സ്പീക്ക്, സംസാരിച്ചു. സ്പോക്ക്. കള്ളം പറയുക. ലൈ, കള്ളം പറഞ്ഞു. ലൈഡ്. നയിക്കുക. ലീഡ്, നയിച്ചു. ലെഡ്. റീഡ്, വായിക്കുക. റെഡ്, വായിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്പെല്ലിംഗ് സെയിം ആയിരിക്കും, പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണത്തിലായിരിക്കും നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്. ഗ്രോ, വളരുക. ഗ്രൂ, വളർന്നു. ലോസ്, തോൽക്കുക. ലോസ്റ്റ്, തോറ്റു. ഫോൾ, വീഴുക. ഫെൽ, വീണു. സെൻറ്റ്, അയക്കുക. സെൻറ്റ്, അയച്ചു. ഇപ്പം മെസ്സേജ് അയക്കുമ്പം നമ്മൾ അയക്കുക എന്ന് പറയുന്നതിന് സെൻറ്റ്, അവിടെ ഡി എന്നാണ് നമ്മുടെ സ്പെല്ലിങ് അവിടെ എൻഡ് ചെയ്യുന്നത്. എന്നാൽ അയച്ചു എന്ന് പറയുമ്പം അവിടെ സ്പെല്ലിങ് മാറുന്നുണ്ട്, ഡിക്ക് പകരം ടി ആകുന്നുണ്ട്. സ്പെല്ലിങ് മാത്രമായിരിക്കും അവിടെ വ്യത്യാസം വരുന്നത്, ഉച്ചാരണം സെയിം ആയിരിക്കും. ബിൽഡ്, നിർമ്മിക്കുക. ബിൽഡ്, നിർമ്മിച്ചു. ഇവിടെ ഏകദേശം ഉച്ചാരണം സെയിം ആണ്, എങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ സ്പെല്ലിങ്ങിനായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. ഇനി ഞാൻ മലയാളം പറയാം, നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കൂ. വായിക്കുക. റീഡ്, വായിച്ചു. റെഡ്. വളരുക. ഗ്രോ, വളർന്നു. ഗ്രൂ. തോൽക്കുക. ലോസ്, തോറ്റു. ലോസ്റ്റ്. വീഴുക. ഫോൾ, വീണു. ഫെൽ. അയക്കുക. സെൻറ്റ്, അയച്ചു. സെൻറ്റ്. നിർമ്മിക്കുക. ബിൽഡ്, നിർമ്മിച്ചു. ബിൽഡ്. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അണ്ടർസ്റ്റുഡ്, മനസ്സിലായി. ഡ്രോ, വരയ്ക്കുക. ഡ്രൂ, വരച്ചു. ബ്രേക്ക്, ഉടയ്ക്കുക. ബ്രോക്ക്, ഉടച്ചു. സ്പെൻഡ്, ചിലവഴിക്കുക. സ്പെൻഡ്, ചിലവഴിച്ചു. ഇവിടെയും ഉച്ചാരണം ഏകദേശം സെയിം ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെല്ലിങ്ങിലായിരിക്കും അവിടെ വ്യത്യാസം ഉണ്ടാവുക. കട്ട്, മുറിക്കുക. കട്ട്, മുറിച്ചു. ഇവിടെയും സ്പെല്ലിങ് സെയിം ആയിരിക്കും, എന്നാൽ അർത്ഥം ഡിഫറെൻ്റ് ആക്കി നമുക്ക് പറയാൻ സാധിക്കും. റൈസ്, ഉയരുക. റോസ്, ഉയർന്നു. ഇനി മലയാളത്തിൽ നോക്കാം. മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ്, മനസ്സിലായി. അണ്ടർസ്റ്റുഡ്. വരയ്ക്കുക. ഡ്രോ, വരച്ചു. ഡ്രൂ. ഉടയ്ക്കുക. ബ്രേക്ക്, ഉടച്ചു. ബ്രോക്ക്. ചിലവഴിക്കുക. സ്പെൻഡ്, ചിലവഴിച്ചു. സ്പെൻറ്റ്. മുറിക്കുക. കട്ട്, മുറിച്ചു. കട്ട്. ഉയരുക. റൈസ്, ഉയർന്നു. റോസ്. ഡ്രൈവ്, ഓടിക്കുക. ഡ്രോ, ഓടിച്ചു. ബൈ, വാങ്ങിക്കുക. ബോട്ട്, വാങ്ങിച്ചു. വെയർ, ധരിക്കുക. വോർ, ധരിച്ചു. ചൂസ്, തിരഞ്ഞെടുക്കുക. ചോസ്, തിരഞ്ഞെടുത്തു. ക്യാച്ച്, പിടിക്കുക. കോട്ട്, പിടിച്ചു. ടീച്ച്, പഠിപ്പിക്കുക. ടാറ്റ്, പഠിപ്പിച്ചു. ഇനി ഞാൻ മലയാളം പറയാം, അതിൻ്റെ ഇംഗ്ലീഷ് പറയുക. ഓടിക്കുക. ഡ്രൈവ്. ഓടിച്ചു. ഡ്രോ. വാങ്ങുക. ബൈ. വാങ്ങിച്ചു. ബോട്ട്. ധരിക്കുക. വെയർ. ധരിച്ചു. വോർ. തിരഞ്ഞെടുക്കുക. ചൂസ്. തിരഞ്ഞെടുത്തു. ചോസ്. പിടിക്കുക. ക്യാച്ച്. പിടിച്ചു. കോട്ട്. പഠിപ്പിക്കുക. ടീച്ച്. പഠിപ്പിച്ചു. ടാറ്റ്. വിൻ, ജയിക്കുക. വൺ, ജയിച്ചു. സെൽ, വിൽക്കുക. സോൾഡ്, വിറ്റു. ഫ്ലൈ, പറക്കുക. ഫ്ലൂ, പറന്നു. ഫോർഗെറ്റ്, മറക്കുക. ഫോർഗോട്ട്, മറന്നു. ഷേക്ക്, കുലുക്കുക. ഷൂക്ക്, കുലുക്കി. സ്വിം, നീന്തുക. സ്വാം, നീന്തി. ജയിക്കുക. വിൻ, ജയിച്ചു. വൺ.
വിൽക്കുക സെൽ, വിറ്റു സോൾഡ്, പറക്കുക ഫ്ലൈ, പറന്നു ഫ്ലൂ, മറക്കുക ഫോർഗറ്റ്, മറന്നു ഫോർഗോട്ട്, കുലുക്കുക ഷേക്ക്, കുലുക്കി ഷൂക്ക്, നീന്തുക സ്വിം, നീന്തി സ്വാം. ഓപ്പൺ തുറക്കുക, ഓപ്പൺഡ് തുറന്നു. ക്ലോസ് അടയ്ക്കുക, ക്ലോസ് അടച്ചു. കോൾ വിളിക്കുക, കോൾഡ് വിളിച്ചു. ഹെൽപ്പ് സഹായിക്കുക, ഹെൽപ്പ് സഹായിച്ചു. വർക്ക് ജോലി ചെയ്യുക, വർക്ക്ഡ് ജോലി ചെയ്തു. പ്ലേ കളിക്കുക, പ്ലേഡ് കളിച്ചു. തുറക്കുക ഓപ്പൺ, തുറന്നു ഓപ്പൺഡ്. അടയ്ക്കുക ക്ലോസ്, അടച്ചു ക്ലോസ്ഡ്. വിളിക്കുക കോൾ, വിളിച്ചു കോൾഡ്. സഹായിക്കുക ഹെൽപ്പ്, സഹായിച്ചു ഹെൽപ്ഡ്. ജോലി ചെയ്യുക വർക്ക്, ജോലി ചെയ്തു വർക്ക്ഡ്. കളിക്കുക പ്ലേ, കളിച്ചു പ്ലേഡ്. മൂവ് നീങ്ങുക, മൂവ്ഡ് നീങ്ങി. ലിവ് ജീവിക്കുക, ലിവ്ഡ് ജീവിച്ചു. ലവ് സ്നേഹിക്കുക, ലവ്ഡ് സ്നേഹിച്ചു. നീഡ് ആവശ്യമുണ്ട്, നീഡഡ് ആവശ്യമായിരുന്നു. വാണ്ട് വേണം, വാണ്ടഡ് വേണമായിരുന്നു. ട്രൈ ശ്രമിക്കുക, ട്രൈഡ് ശ്രമിച്ചു. നീങ്ങുക മൂവ്, നീങ്ങി മൂവ്ഡ്. ജീവിക്കുക ലിവ്, ജീവിച്ചു ലിവ്ഡ്. സ്നേഹിക്കുക ലവ്, സ്നേഹിച്ചു ലവ്ഡ്. ആവശ്യമുണ്ട് നീഡ്, ആവശ്യമുണ്ടായിരുന്നു നീഡഡ്. വേണം വാണ്ട്, വേണമായിരുന്നു വാണ്ടഡ്. ശ്രമിക്കുക ട്രൈ, ശ്രമിച്ചിരുന്നു ട്രൈഡ്. ആസ്ക് ചോദിക്കുക, ആസ്ക്ഡ് ചോദിച്ചു. ആൻസർ മറുപടി നൽകുക, ആൻസേർഡ് മറുപടി നൽകി. കുക്ക് പാചകം ചെയ്യുക, കുക്ക്ഡ് പാചകം ചെയ്തു. ക്ലീൻ വൃത്തിയാക്കുക, ക്ലീൻഡ് വൃത്തിയാക്കി. വാച്ച് കാണുക, വാച്ച്ഡ് കണ്ടു. ലേൺ പഠിക്കുക, ലേൺഡ് പഠിച്ചു. ചോദിക്കുക ആസ്ക്, ചോദിച്ചു ആസ്ക്ഡ്. മറുപടി നൽകുക ആൻസർ, മറുപടി നൽകി ആൻസേർഡ്. പാചകം ചെയ്യുക കുക്ക്, പാചകം ചെയ്തു കുക്ക്ഡ്. വൃത്തിയാക്കുക ക്ലീൻ, വൃത്തിയാക്കി ക്ലീൻഡ്. കാണുക വാച്ച്, കണ്ടു വാച്ച്ഡ്. പഠിക്കുക ലേൺ, പഠിച്ചു ലേൺഡ്. സ്റ്റഡി പഠിക്കുക, സ്റ്റഡീഡ് പഠിച്ചു. ട്രാവൽ യാത്ര ചെയ്യുക, ട്രാവൽഡ് യാത്ര ചെയ്തു. വാക്ക് നടക്കുക, വാക്ക്ഡ് നടന്നു. ടോക്ക് സംസാരിക്കുക, ടോക്ക്ഡ് സംസാരിച്ചു. ജംപ് ചാടുക, ജംപ്ഡ് ചാടി. ലാഫ് ചിരിക്കുക, ലാഫ്ഡ് ചിരിച്ചു. പഠിക്കുക സ്റ്റഡി, പഠിച്ചു സ്റ്റഡീഡ്. യാത്ര ചെയ്യുക ട്രാവൽ, യാത്ര ചെയ്തു ട്രാവൽഡ്. നടക്കുക വാക്ക്, നടന്നു വാക്ക്ഡ്. സംസാരിക്കുക ടോക്ക്, സംസാരിച്ചു ടോക്ക്ഡ്. ചാടുക ജംപ്, ചാടി ജംപ്ഡ്. ചിരിക്കുക ലാഫ്, ചിരിച്ചു ലാഫ്ഡ്. ക്രൈ കരയുക, ക്രൈഡ് കരഞ്ഞു. സ്റ്റാർട്ട് തുടങ്ങുക, സ്റ്റാർട്ടഡ് തുടങ്ങി. ഫിനിഷ് അവസാനിപ്പിക്കുക, ഫിനിഷ്ഡ് അവസാനിപ്പിച്ചു. ചേഞ്ച് മാറ്റുക, ചേഞ്ച്ഡ് മാറ്റി. ചെക്ക് പരിശോധിക്കുക, ചെക്ക്ഡ് പരിശോധിച്ചു. വെയിറ്റ് കാത്തിരിക്കുക, വെയിറ്റഡ് കാത്തിരുന്നു. കരയുക ക്രൈ, കരഞ്ഞു ക്രൈഡ്. തുടങ്ങുക സ്റ്റാർട്ട്, തുടങ്ങി സ്റ്റാർട്ടഡ്. അവസാനിപ്പിക്കുക ഫിനിഷ്, അവസാനിപ്പിച്ചു ഫിനിഷ്ഡ്. മാറ്റുക ചേഞ്ച്, മാറ്റി ചേഞ്ച്ഡ്. പരിശോധിക്കുക ചെക്ക്, പരിശോധിച്ചു ചെക്ക്ഡ്. കാത്തിരിക്കുക വെയിറ്റ്, കാത്തിരുന്നു വെയിറ്റഡ്.
ടേൺ തിരിക്കുക, ടേൺഡ് തിരിച്ചു. ട്രൈ ശ്രമിക്കുക, ട്രൈഡ് ശ്രമിച്ചു. യൂസ് ഉപയോഗിക്കുക, യൂസ്ഡ് ഉപയോഗിച്ചത്. ഫിക്സ് ശരിയാക്കുക, ഫിക്സ്ഡ് ശരിയാക്കി. ക്യാരി കൊണ്ടുപോവുക, ക്യാരീഡ് കൊണ്ടുപോയി. തിരിക്കുക ടേൺ തിരിച്ചു, ടേൺഡ്. ശ്രമിക്കുക ട്രൈ ശ്രമിച്ചു, ട്രൈഡ്. ഉപയോഗിക്കുക യൂസ് ഉപയോഗിച്ചു, യൂസ്ഡ്. ശരിയാക്കുക ഫിക്സ് ശരിയാക്കി, ഫിക്സ്ഡ്. കൊണ്ടുപോകുക ക്യാരി കൊണ്ടുപോയി, ക്യാരീഡ്. എൻജോയ് ഇഷ്ടപ്പെടുക, എൻജോയ്ഡ് ഇഷ്ടപ്പെട്ടു. വിസിറ്റ് സന്ദർശിക്കുക, വിസിറ്റഡ് സന്ദർശിച്ചു. റിട്ടേൺ മടങ്ങി വരിക, റിട്ടേൺഡ് മടങ്ങി വന്നു. റിമെമ്പർ ഓർമ്മിക്കുക, റിമെമ്പേർഡ് ഓർമ്മിച്ചു. ഡിസൈഡ് തീരുമാനിക്കുക, ഡിസൈഡഡ് തീരുമാനിച്ചു. ഇഷ്ടപ്പെടുക എൻജോയ് ഇഷ്ടപ്പെട്ടു, എൻജോയ്ഡ്. സന്ദർശിക്കുക വിസിറ്റ് സന്ദർശിച്ചു, വിസിറ്റഡ്. മടങ്ങി വരിക റിട്ടേൺ മടങ്ങി വന്നു, റിട്ടേൺഡ്. ഓർമ്മിക്കുക റിമെമ്പർ ഓർമ്മിച്ചു, റിമെമ്പേർഡ്. തീരുമാനിക്കുക ഡിസൈഡ് തീരുമാനിച്ചു, ഡിസൈഡഡ്. ഉറങ്ങുക സ്ലീപ്പ് ഉറങ്ങി, സ്ലെപ്റ്റ്. ഉണരുക വേക്ക് ഉണർന്നു, വോക്ക്. കഴുകുക വാഷ് കഴുകി, വാഷ്ഡ്. കാത്തിരിക്കുക വെയിറ്റ് കാത്തിരുന്നു, വെയിറ്റഡ്. വാങ്ങുക ബൈ വാങ്ങി, ബോട്ട്. സ്ലീപ്പ് ഉറങ്ങുക, സ്ലെപ്റ്റ് ഉറങ്ങി. വേക്ക് ഉണരുക, വോക്ക് ഉണർന്നു. വാഷ് കഴുകുക, വാഷ്ഡ് കഴുകി. വെയിറ്റ് കാത്തിരിക്കുക, വെയിറ്റഡ് കാത്തിരുന്നു. ബൈ വാങ്ങുക, ബോട്ട് വാങ്ങി. നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ക്ലാസ്സിൻ്റെ 3rd വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന അവസരത്തിൽ എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വേർഡ്സും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും അർത്ഥം പറയാൻ പഠിക്കണം. കൃത്യം ഒരു 5 വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.